ധാരാളം ആൾക്കാർ ഞാൻ കൂടുതൽ പേര് പറയുന്നില്ല. ഞാനും പ്രസംഗിക്കാൻ അത്ര മിടുക്കനായ ഒരാളല്ല. പ്രസംഗിക്കേണ്ട ചില അവസരങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം പ്രസംഗിക്കാൻ വളർന്നു പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെയുള്ള പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. കാരണം വെറുതെ വന്ന് വേദിയിൽ വന്ന ആൾക്കാരെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തിറങ്ങാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ശ്രീ തോമസിന്റെ 80 എന്നുള്ളതല്ല, അതിനെപ്പറ്റിയുള്ള ചർച്ച ധാരാളം വന്നു കഴിഞ്ഞോട്ടെ, എന്നതിനെപ്പറ്റി പറയണ്ട. എന്തായാലും ശ്രീ ഒരു കാലങ്ങളോളം ഒരു സിനിമയുടെ പ്രവർത്തനമായിട്ട് അതിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ സിനിമ നിർമ്മിക്കുന്നവർ മാത്രമാണോ സിനിമക്കാരെന്ന് എല്ലാ കാലത്തും ഞാൻ ചോദിക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ പല അവാർഡുകൾക്കും പലരെയും കൺസിഡർ ചെയ്യുമ്പോഴത് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംവിധായകർ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ മാറി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എനിക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു അത്ര ഒരു ഗ്യാപ്പിലായിരിക്കും ഒരു പക്ഷേ ഇവിടെ ഷെഹാസ്റ്റാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു തോമസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. സന്തോഷകരമാണ്. അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. 80 വയസ്സായതുകൊണ്ടല്ല, അത് അദ്ദേഹത്തിന് അറിയിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടുമാണ്. എനിക്ക് എൻ്റെ വളരെ അടുത്ത സുഹൃത്തെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ കുറേ കാലം കോൺടാക്റ്റായിരുന്നു. ഞാൻ 95 മുതലാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പല വേദികളിൽ വെച്ചും പല വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പല രീതിയിൽ അറിയാമെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ എടുത്ത് നമ്മൾ സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നത്. കാരണം ഈ ഇന്നത്തെ സിനിമയല്ല ഞാൻ തുടങ്ങിയ സമയത്തുള്ള സിനിമ. കാരണം അത് ഫിലിമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെവിടെയെങ്കിലും ഒരു കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം മാറ്റി വീണ്ടും അത് റീമിക്സ് ചെയ്ത് അത് നാളെ വളരെ ബുദ്ധിമുട്ടി സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ല ഈ ന്യൂസ് സർട്ടിഫിക്കറ്റ് അല്ല വേറെ ഒന്നാണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ ആദ്യ സിനിമയുടെ സെൻസറിങ്ങിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ സെൻസർ ബോർഡിലെ കുറേ അംഗങ്ങൾ അത് കാണും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിർമ്മാതാവിനെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും വിളിച്ച് അവരുമായിട്ട് സംസാരമുണ്ട്. അപ്പം സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. അവർ എന്നെ വിളിച്ചു, ഞാൻ അകത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ മനസ്സൊന്ന് തണുക്കുന്നത്. കാരണം അവിടെ ഇരിക്കുന്നത് ശ്രീ എം എഫ് തോമസ് ആണ്. അതിലൊരാൾ എം എഫ് തോമസ് ആണ്. ഈ എം എഫ് തോമസ് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഇനിയിപ്പോൾ 2 കട്ട് പറഞ്ഞാൽ പോലും എം എഫ് തോമസ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടുമല്ലോ എന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ സെൻട്രൽ ബോർഡിൽ ഈ പടം കാണാൻ പോകുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പടം നല്ലതാണെന്ന് രീതിയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പക്ഷേ എം എഫ് തോമസിന്റെ ഒരു പ്രസൻസ് നമുക്കൊരു വലിയൊരു ധൈര്യം തരുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ 2-3 സിനിമകൾക്ക് എനിക്ക് തോന്നുന്നത്, എനിക്ക് ആദ്യത്തെ 3-4 സിനിമകൾ സെൻസർ ബോർഡിൽ അദ്ദേഹം അംഗമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും എം എഫ് തോമസിനെ പറ്റി ആലോചിക്കുമ്പോൾ സെൻസർ ബോർഡും അതുമായിട്ടുള്ള എൻ്റെ ഒരു യുദ്ധവും അതിനകത്തുണ്ടാകുന്ന എനിക്ക് എങ്ങനെയോ ഇതൊക്കെ കൊണ്ട് ഭാഗ്യത്തിന് ആ കട്ടുകളില്ലാതെ അല്ലെങ്കിൽ ന്യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അത് ഈ അവസരത്തിൽ ഇതുവരെ പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. അത് ഈ അവസരത്തിൽ പേഴ്സണലായിട്ട് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നയിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 80 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതിന് ഇവിടെ പറഞ്ഞു. ഞാൻ ഈ ഒരു 1.5 മാസം മുമ്പാണ് രാവിലെ ഒരു ഫിലിം അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെയാണ് സ്ക്രീനിങ്. അവിടെ ഒരാൾ വളരെ അവിടെ മണ്ണ് മടക്കി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വളരെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ 80 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് 80 വയസ്സൊക്കെ കഴിഞ്ഞു. ഇത്രയും ആക്റ്റീവായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരാളിനെ നമ്മൾ എന്തിനാ 80 വയസ്സായി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ ഈ ആക്റ്റീവായിട്ടുള്ള ആള് ഇനി നാളെ ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ ഒരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തോമസ് രാവിലെ അവിടെ എത്തിയിരിക്കും.
അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയിരിക്കും. പക്ഷെ പോകണം തന്നെ ഞാൻ പറയുന്നത്. സാർ പറഞ്ഞ പോലെ പ്രായമല്ല നമ്മൾ നോക്കണം, നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ നല്ല കാര്യം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിൽ കൂടെ ഒരു ശകലം ഒന്ന് നീട്ടി ഞാൻ പറയുന്നു. കാരണം എഴുതുന്നില്ല എന്ന് പറയും, ശരിയാണ്. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഒരു 10 വർഷമായിട്ട് മലയാള സിനിമയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ ഒരു മാറ്റം സംഭവിച്ചു. ഫിലിമിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലിലേക്ക് മാറി. ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയ ഈ കാലഘട്ടത്തിൽ ഫിലിം മേക്കിങ്ങിൽ മാത്രമല്ല, അതിന് കാഴ്ചയിലും വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇവർക്കൊക്കെ അറിയാവുന്നതാണ്, ഇവരും എനിക്കും കുറച്ചൊക്കെ അറിയാമെങ്കിലും ഇവരൊക്കെ എനിക്ക് കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് 60 നവംബറിൽ പടം കാണിക്കുമ്പോൾ അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിന്ന് സിനിമ കാണുന്ന ഒരു രീതിയിലേക്ക് വരുന്നതിനെ പറ്റി ആരെങ്കിലും എഴുതേണ്ടതാണ്. അത് കുറെ കൂടെ അറിവുള്ള ഒരാൾ CM തോമസ് ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എഴുതാൻ ഇനിയെങ്കിലും ശ്രമിക്കുന്നതാണ്. അത്തരം ഒരു ഇതിലേക്ക് ഇടപെടേണ്ടതാണ് എന്ന് മാത്രം പറയുന്നു. ഏതായാലും ഇന്നിങ്ങനെ ഇവിടെ നടക്കുന്ന ഈ ഒരു ഇത്രയും ഭംഗിയായിട്ട് നടന്ന ചടങ്ങിന് എല്ലാ ആശംസകളും തോമസിന് ഇനിയും വരും കാലങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ വിളിച്ചതും എനിക്ക് നയിക്കാൻ കഴിഞ്ഞാലും ഈ കൂട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും നന്ദി പറയുന്നു. നമസ്കാരം.